ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇത് വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി കൊണ്ടുള്ളൊരു ജ്യൂസാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഒരു വാഴയുടെ എല്ലാ ഭാഗങ്ങളും പോഷകം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഴയുടെ വാഴപ്പഴം, വാഴച്ചുണ്ട്, വാഴപ്പിണ്ടി എല്ലാം ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതുമാണ്. വാഴപ്പഴത്തിൻ്റെ അതേ ഗുണങ്ങളാണ് വാഴപ്പിണ്ടിയിലുമുള്ളത്. വാഴപ്പിണ്ടി തോരൻ വളരെ രുചികരമായ ഒന്നാണ്. പണ്ട് കാലങ്ങളിൽ ധാരാളമായി ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇന്നും ചിലരെങ്കിലും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. വാഴപ്പിണ്ടി ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് നോക്കാം. വാഴപ്പിണ്ടിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് ശരീരത്തിലെ വിഷാംശത്തെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്ന ശരീരത്തിലുള്ള ഈ വിഷാംശമാണ്, ടോക്സിനുകൾ എന്നാണ് അതിനെ പറയുക. അത് ഒഴിവാക്കാനായിട്ട് വാഴപ്പിണ്ടി ജ്യൂസ് പതിവായി കഴിക്കുന്നത് നല്ലതാണ്. നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മലബന്ധത്തിനും എല്ലാം വളരെ നല്ലൊരു പരിഹാരമാണ് വാഴപ്പിണ്ടി ജ്യൂസ്. അത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറെ ഗുണകരം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ സഹായിക്കുന്നതിനാൽ പ്രമേഹ രോഗമുള്ളവർക്ക് നല്ലൊരു മരുന്നാണ് വാഴപ്പിണ്ടി ജ്യൂസ്. ഇനി ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നതിനിടയിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിനായിട്ട് ആദ്യമായി നമുക്ക് ഈ വാഴപ്പിണ്ടി ചെറുതാക്കി മുറിച്ചെടുക്കണം. വാഴപ്പിണ്ടിയിൽ നന്നായിട്ട് നാരുകളുണ്ടാവും. ആ നാര് കൈകൊണ്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറുതായി മുറിച്ചതിന് ശേഷം കയ്യിൽ ചുറ്റിയെടുക്കാവുന്നതാണ്. ഈ വാഴപ്പിണ്ടിയിൽ ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ വിളർച്ച തടയാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളും BP ഉള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ വാഴപ്പിണ്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നാരുകൾ കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഈ വാഴപ്പിണ്ടി മൂത്രാശയ സംബന്ധമായ എല്ലാ രോഗത്തിനും വളരെ നല്ലതാണ്. മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നവർക്കും അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലുണ്ടാവാതെ തടയാനും ഒക്കെ വാഴപ്പിണ്ടി ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. വാഴപ്പിണ്ടിയിൽ ധാരാളം നാരുള്ളത് കൊണ്ട് അത് ശരീരത്തിലെ കൊഴുപ്പിനെ പുറന്തള്ളാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനെ തടയും, ശരിയായ രക്തപ്രവാഹത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് ചേർക്കുന്നത്. നാരങ്ങ നീരും വാഴപ്പിണ്ടിയും കൂടി ചേർന്ന് കഴിക്കുന്നത് ആണ് മൂത്രത്തിൽ കല്ലുണ്ടാവാതെ തടയാനായിട്ട് ഏറ്റവും നല്ലത്. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ ഗുണമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അത് വയറ്റിലെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണല്ലോ. ഇനി അത് കുറച്ച് അരയ്ക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് മതി, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ നിന്ന് അത് നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റി നന്നായിട്ട് അരിച്ചെടുക്കാം. അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ വാഴപ്പിണ്ടി ജ്യൂസ്. കിഡ്നിയിൽ കല്ലുണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലെ ഭക്ഷണത്തിൽ നിന്നുള്ള കാൽസ്യം ഒക്കെ അടിഞ്ഞുകൂടിയിട്ടാണ് കിഡ്നിയിൽ സാധാരണയായിട്ട് കല്ലുണ്ടാവുന്നത്. ഈ വാഴപ്പിണ്ടി ജ്യൂസ് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ഉണ്ടാവാതെ തടയും. കാൽസ്യം അടിഞ്ഞുകൂടുന്നതിനെ തടഞ്ഞിട്ട് കിഡ്നിയിൽ കല്ലുണ്ടാവാതെ സഹായിക്കും. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ വയറ്റിലുണ്ടാകുന്ന അൾസർ, അസിഡിറ്റി ഇവയ്ക്കൊക്കെ പരിഹാരമാണ് വാഴപ്പിണ്ടി ജ്യൂസ്. കഴിയുമ്പോഴൊക്കെ വാഴപ്പിണ്ടി ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം.